14 വർഷം എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ജപ്പാൻ കമ്പനിയിൽ ദുബൈയിൽ തന്നെ ജപ്പാൻ കമ്പനിയിൽ 4 വർഷം വർക്ക് ചെയ്തു. അവിടെ വെച്ചാണ് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യം തോന്നി. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. ലാസ്റ്റ് കോഴിക്കോട് മിംസിൽ രവി ഡോക്ടറെ കാണിച്ചു. ഒരേ എൻഡോസ്കോപ്പി എടുത്ത് ചെക്ക് ചെയ്തപ്പോ ഒരു ഡൗട്ട് പറഞ്ഞു. അതിന്റെ ബയോപ്സി എടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വന്നാലേ നമുക്ക് ക്ലിയർ പറയാൻ പറ്റൂ. അങ്ങനെ ഒരു 15 ദിവസത്തിന് ശേഷം ബയോപ്സി റിസൾട്ട് വന്നു. രോഗം സ്ഥിരീകരിച്ചു. റേഡിയേഷൻ ഓങ്കോളജി സതീഷ് ഡോക്ടറായിരുന്നു. ഡോക്ടർ പറഞ്ഞിങ്ങനെ റേഡിയേഷനിൽ ഒതുങ്ങും, ഇത് കുഴപ്പമില്ല, ഓപ്പറേഷന്റെ ആവശ്യമില്ല. ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടും ഒച്ചയിൽ ചെറിയൊരു വ്യത്യാസമായിട്ടാണ് ആള് ചെക്കപ്പിനെത്തിയത്. ചെറിയൊരു എൻഡോസ്കോപ്പിയും ടെസ്റ്റും ചെയ്ത് നോക്കിയപ്പോൾ ഒരു ക്യാൻസറിന്റെ ഒരു പ്രശ്നം സ്ഥിരീകരിച്ചു. ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലും ഫർദർ സ്കാനിംഗ് ഒക്കെ ചെയ്ത് അത് വേറെ എവിടേക്കും വ്യാപിക്കലൊന്നും ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തിയതിനു ശേഷം ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ ഞാൻ ഭയങ്കര ഡൗൺ ആയി. 1 വർഷത്തോളം ഒരു കംപ്ലീറ്റ് കോമ സ്റ്റേജിലായിരുന്നു. 63 കിലോ ഉള്ള ഞാൻ ജസ്റ്റ് 39 കിലോ ആയി. അങ്ങനെ എല്ലാവർക്കും എന്നിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അത് അന്ന് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് കണ്ണു നിറയാണ്ട് പോയില്ല ആരുമില്ല. എല്ലാവരെയും പ്രാർത്ഥന കൊണ്ടും വ്യവസായം കൊണ്ടും ഒരു സുപ്രഭാതത്തിൽ ഇവര് പോലും എന്റെ വീട്ടുകാർ പോലും പ്രതീക്ഷിക്കാത്തൊരു ടിസ്റ്റ്. ഒരു സുപ്രഭാതത്തിൽ എന്നെ സാധാരണ എണ്ണയിപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോകാൻ 2 റെഡിയായി വരുമ്പോ ഞാൻ ഓൾറെഡി എണീറ്റിരിക്കുന്നു. ഫസ്റ്റ് പറഞ്ഞ അൽഹംദുലില്ലാ എല്ലാവരും ഹൈറാന്ന് അമ്പലീവ് എഴുന്നേൽക്കണം. സോ കുറെ മാസങ്ങൾ കിടപ്പിലുണ്ടായ ഒരാള് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ബെറ്ററായി തിരിച്ച് ചെക്കപ്പിലേക്ക് വന്നു. അപ്പോ ഹമീദും അവരുടെ കുടുംബവും പറഞ്ഞു, സാറേ, ദൈവത്തിന്റെ കയ്യൊപ്പ് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പൊ നമുക്കൊരു ആത്മീയമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. നമ്മുടെ വിശ്വാസപ്രകാരം ഒന്ന് ഉംറയ്ക്ക് ഞങ്ങൾ പോകണം. അതിന് സാറ് ഒന്ന് അനുവാദം നൽകണം. ഒരു ചെറിയൊരു യാത്ര എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ പേഷ്യൻസോട് അധികം പ്രോത്സാഹനം കൊടുക്കാറില്ല. കുറച്ചൊന്ന് ബെറ്റർ ആയിട്ട് പോവാന്നാണ് പറയുക. ഇത് വിദേശത്തേക്കാണ്, ദൂരയാത്രയാണ്, എയർ ട്രാവൽ ഉണ്ട്. ഈ ഒരു അൺസർട്ടനിറ്റി ഉള്ളപ്പോ നമ്മള് ആളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും വേണം. ആത്മീയമായിട്ടുള്ള ഒരു കാര്യം സാധിക്കാൻ ശാസ്ത്രം എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് RPMന്റെ ടീം ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് വന്നത്. അതായത് എൻഡ് ടു എൻഡ് മെഡിക്കൽ കെയർ. പുഞ്ചിരികളെ ഇതിലിതിലെ പോരെ പുതിയൊരു പാതകളിലെ. അപ്പൊ ഹമീദ് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അവിടെ എയർപോർട്ടിൽ എത്തിയതിനു ശേഷം ദി മെഡിക്കൽ ടീം, RPMന്റെ ടീം അവിടെ മെഡിക്കൽ ഗാഡ്ജറ്റ്സും മോണിറ്ററിംഗ് ഡിവൈസും പുള്ളിന്റെ ശരീരത്തിൽ അറ്റാച്ച് ചെയ്യും. അപ്പൊ തന്നെ വൈറ്റൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഓക്കെ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷം പുള്ളി വിൽ ബി അവൈലബിൾ ഉള്ള കണ്ടിന്യൂസ് വീഡിയോ മോണിറ്ററിംഗ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. സോ ദാറ്റ് ഇവിടുത്തെ മെഡിക്കൽ ടീം, അതായത് ഹമീദിന് ട്രീറ്റ് ചെയ്ത മെഡിക്കൽ ടീമായ ഞങ്ങൾ ഹമീദിന്റെ യാത്രയിൽ മൊത്തം ഇടനീളം കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് സാരം. ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, എല്ലാരും ഏത് സമയവും വിളിച്ചാൽ വിളി പുറത്തുണ്ട്. അവര് ധൈര്യമുള്ളതുകൊണ്ട് നമുക്ക് എവിടെയും പോവാം. പോകുന്ന പാതയിൽ നിഴലായി നീ എന്നെന്നും നീറുന്ന ദുർവകളിൽ തണലേകീനിയും തുടരും കഥയാ ഒഴുകും മനമേ. ഇനി ഞാനിതിലേ ഉയരും ചിറകാ. അവിടുത്തെ ഉംറയുടെ ജേർണി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഫ്ലൈ ചെയ്ത് ഇവിടെ എത്തുന്ന വരെയുള്ള കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് കെയർ, ഒരു ശുശ്രൂഷയുടെ ഒരു ശൃംഖലയും ഒരു സർക്കിളിലുമാണ് പുള്ളി പോകുന്നത്. ആൾക്കാരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം
അമീന, മുസ്തലിഫ, സഫ, പിന്നെ ഖുറാൻ മ്യൂസിയം, ഇറാഖ. എല്ലാം സന്ദർശിച്ചു. എല്ലായിടത്തും എനിക്ക് ഭയങ്കര ഗംഭീര സ്വീകരണമായിരുന്നു. പിന്നെ സൗദി ഗവൺമെന്റിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടായിരുന്നു. ഗവൺമെന്റിന്റെ വാക്താക്കളായിട്ട് 3-4 ആൾക്കാർ എന്നെ വന്ന് കാണുകയും ഞങ്ങളിന്റെ കൂടെ ഉണ്ട് എന്ന് സഹായം വേണമെങ്കിൽ സൗദി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും, പേടി വേണ്ട എന്നുള്ള രീതിയിൽ ധൈര്യം തരികയും ചെയ്തു. അതോടുകൂടി നമ്മളെ മനസ്സിനും ഒരു ധൈര്യമുണ്ട്. RPM പോലത്തെ ഒരു മെഡിക്കൽ ടീം തന്നെ ഒരു ട്രാവൽ ഏജന്റ് ആവുമ്പോൾ നമുക്ക് കൂടുതൽ ട്രസ്റ്റ് ആണ്. ഒരു ഹോളിസ്റ്റിക് എൻഡ് ടു എൻഡ് മെഡിക്കൽ കെയറിന്റെ ഉള്ളില് ഹമീദ് യാത്രയാവുന്നെന്ന് അറിയുമ്പോൾ ഒരുപാട് സമാധാനമുണ്ട്. നമ്മളൊരു ഉംറക്ക് വന്നാലും ജസ്റ്റ് ഒരു ഗ്രൂപ്പിന്റെ കൂടെ വരും, ഒരു ഉംറ ചെയ്യും, തിരിച്ചു പോകും. പക്ഷെ ഇതല്ല, വേറിട്ടൊരു അനുഭവം. പുഞ്ചിരികളെ ഇതിലെ പോലെ പുതിയൊരു